നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓം പ്രകാശ് വാൽമീകി എഴുതിയ എച്ചിൽ എന്ന പാഠഭാഗത്തെ കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ ബർല ഗ്രാമത്തിൽ 1950 ജൂൺ 30 ഓം പ്രകാശ് വാൽമീകി ജനിച്ചു. അദ്ദേഹം ഹിന്ദിയിൽ എഴുതിയ ഈ ആത്മകഥ ദളിത് സാഹിത്യ ശാഖയിലെ പ്രധാന ആത്മകഥയായി കണക്കാക്കുന്നു. ഓം പ്രകാശ് വാൽമീകിയുടെ ആത്മകഥയുടെ പേര് ജൂഢൻ, ഒരു ദളിതന്റെ ജീവിതം എന്നാണ്. സാധാരണ ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഭക്ഷണാവശിഷ്ടമാണ് ജൂഢൻ എന്ന ഹിന്ദി പദം. ആദ്യം ഭക്ഷിച്ച ആൾക്കു പുറമെ മറ്റൊരാൾ കൂടി ഭക്ഷിക്കുമ്പോൾ മാത്രമേ ഇത് ജൂഢനായി കണക്കാക്കപ്പെടൂ. ആചാരപരമായ വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും വ്യംഗ്യാർത്ഥങ്ങൾ കൂടി ഈ പദത്തിൽ അടങ്ങിയിട്ടുണ്ട്. ബർല ഇന്റർ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓം പ്രകാശ് വാൽമീകിയുടെ അതിനു മുൻപുള്ള തീക്ഷ്ണ അനുഭവങ്ങളുടെ കഥ ജൂഢൻ, ഒരു ദളിതന്റെ ജീവിതം എന്ന പുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് ഉണ്ട്. ജാതിമത ഭേദമന്യേ കുട്ടികളെ നോക്കിക്കാണുകയും ജാതിയുടെ ക്രൂരതകളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിച്ച് അധകൃതരെന്ന് മുദ്രകുത്തുന്നവരെ സഹജീവികളായി കരുതാൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് അധ്യാപകരാണ്. പക്ഷേ ഓം പ്രകാശിനെയും രാം സിംഗിനെയും സുർജൻ സിംഗിനെയുമെല്ലാം ഭീകരമായി ജാതിയുടെ പേരും പറഞ്ഞ് അടിച്ചൊതുക്കുന്നതും തൊഴിച്ചു നീക്കുന്നതും അധ്യാപകർ തന്നെയാണ്. പഠനഭാഗത്ത് മുഖ്യമായും കാണുന്നത് ഓം പ്രകാശിന്റെ ജീവിതത്തിലെ യൗവനകാലവും ആ കാലത്തിലെ മുറിവുകളുമാണ്. ഭൂൽ സിംഗ് ത്യാഗി എന്ന ക്രൂരനായ അധ്യാപകന്റെ ചിത്രമാണ് ബർലയിലെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഓം പ്രകാശ് വാൽമീകി ആദ്യം എഴുതുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും തെറിവാക്കുകൾ പറയുകയും സദാ പല്ലിൽ കുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ആരും വെറുത്തു പോകുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞ തെറിവാക്ക് കേട്ട് എല്ലാ കുട്ടികളും ചിരിച്ചെങ്കിലും ഭൂൽ സിംഗ് വൃത്തിയായി വസ്ത്രം ധരിച്ചെത്തുന്ന സുർജൻ സിംഗിലാണ് തന്റെ പ്രതികാരം തീർത്തത്. സുർജൻ സിംഗിന്റെ പഠനത്തിലുള്ള താല്പര്യം പോലും അസ്തമിക്കുകയും അവൻ 10ലെ ബോർഡ് എക്സാമിന് ശേഷം ഡെറാഡൂണിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അന്ന് ഭൂൽ സിംഗ് പറഞ്ഞ വാക്കുകൾ ഓം പ്രകാശിന്റെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ കൊത്തിവെച്ചതുപോലെ പതിഞ്ഞു കിടന്നു. ചുഹ്രയുടെ മകനെ, നീ എപ്പോഴാണ് ചാകുന്നതെന്ന് കാണട്ടെ. നീ ഒരു ഹീറോ ആണെന്നാണോ വിചാരം? നിന്റെ ചുരുളൻ മുടിയിൽ നിന്ന് ഞാൻ എണ്ണയെടുക്കും. അടിയുടെ ഭീകരത ഓർത്ത് ഓം പ്രകാശിന്റെ ഓരോ പേശിയും വിറച്ചുകൊണ്ടിരുന്നു. രക്തം മുഴുവൻ പുറത്തേക്ക് ഒഴുകിപ്പോയതുപോലെ അനുഭവപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. ബർലയിലെ അധ്യാപകരെക്കാളും വിദ്യാർത്ഥികളെക്കാളും ഭംഗിയായി വസ്ത്രം ധരിച്ചാണ് ഡെറാഡൂണിൽ നിന്ന് വന്ന സുർജൻ സിംഗ് നടന്നിരുന്നത് എന്ന അസൂയയായിരുന്നു ഈ ക്രൂരതയ്ക്ക് പിന്നിൽ വർത്തിച്ചത്. ബ്രജ്പാൽ സിംഗ് ത്യാഗി എന്ന അധ്യാപകനാകട്ടെ സ്വന്തം ജോലികൾ ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് കുട്ടികളുടെ സംശയം തീർത്തു കൊടുക്കാമെന്നും എല്ലാവരും ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്തു സഹായവും ചെയ്യാമെന്നും പറയുന്നത്. ജോലി ചെയ്തു കൊടുത്തതിനു ശേഷം അദ്ദേഹത്തെ കാണുക പോലുമില്ല. ബ്രജ്പാൽ സിംഗിന്റെ വീട്ടിൽ ഗോതമ്പെടുക്കാൻ പോയ ഓം പ്രകാശിനെയും ഭിഖുറാമിനെയും ആദ്യം വലിയ അതിഥി സൽക്കാരങ്ങൾ നൽകി സ്വീകരിച്ച വീട്ടുകാർ അടിച്ചും തൊഴിച്ചുമാണ് പുറത്താക്കുന്നത്. കാരണം ജാതിയിൽ താഴ്ന്ന ചുഹ്ര വംശത്തിൽ പിറന്നുപോയത് കൊണ്ടാണ്. ഭിഖുറാമിന് ബസിന്റെ പണം നൽകുകയും ഓം പ്രകാശിന് ബണ്ണും ചായയും വാങ്ങി നൽകുകയും ചെയ്തെങ്കിലും ആരോ കൊണ്ടുവന്ന സ്ത്രീയെ രാത്രി മുഴുവൻ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു വേദുപാൽ. അദ്ദേഹം അധ്യാപക ജോലി രാജിവെച്ച് ഗുമസ്തനായി തീർന്ന വ്യക്തിയാണ്. ശാസ്ത്ര വിഷയങ്ങളും ഗണിതവും പഠിപ്പിച്ചിരുന്ന ബ്രജ്പാൽ സിംഗ് ചുഹ്ര ജാതിക്കാരനായ ഓം പ്രകാശ് ഉയർന്ന ജാതിക്കാരെ പോലെ ഉയരേണ്ട എന്ന ചിന്ത കൊണ്ടാകാം കെമിസ്ട്രി പ്രാക്ടിക്കൽ ചെയ്യാൻ അനുവദിക്കാതെയും നന്നായി എഴുതിയ തിയറി പരീക്ഷയിൽ തോൽപ്പിച്ചും 12-10 ക്ലാസ്സിൽ നിന്ന് കരകയറ്റാതെയാക്കിയത്. കണക്കു പരീക്ഷയ്ക്ക് പഠിക്കാൻ ഒരു ദിവസം കിട്ടിയെങ്കിലും ഫൗസിംഗ് വന്ന് വലിച്ചിഴച്ച് അയാളുടെ വയലിൽ കരിമ്പു നടാനായി കൊണ്ടുപോയി. എറിഞ്ഞിട്ട് കൊടുത്ത റൊട്ടി ഉച്ചയ്ക്ക് തിന്നാതെ വലിച്ചെറിഞ്ഞു പോയ ഓം പ്രകാശിനെ ചുഹ്ര വായിക്കാൻ പഠിച്ചുവെന്ന് വെച്ച് അഹങ്കരിക്കുകയാണെന്ന് പറഞ്ഞ് അടിക്കാൻ ഓടുകയും ചെയ്തു. ഉയർന്ന ജാതിയിൽപ്പെട്ട മനുഷ്യത്വമുള്ള ഒരാളെ മാത്രമേ ഓം പ്രകാശ് കണ്ടുള്ളൂ. അത് ചമൻ ലാലായിരുന്നു. ഓം പ്രകാശിന്റെ കഴിവുകൾ നേരത്തെ മനസ്സിലാക്കിയിരുന്ന അദ്ദേഹം അവനെ 10ാം തരം വിജയത്തിൽ അനുമോദിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുകയും ചെയ്തു. അവൻ ഭക്ഷണം കഴിച്ച പാത്രം വൃത്തിയാക്കാൻ മകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു.
അച്ഛൻ വാങ്ങിക്കൊടുത്ത ഗീത വായിച്ച ഓംപ്രകാശിന് ചില സംശയങ്ങൾ ഉണ്ടായപ്പോൾ അത് തീർക്കാൻ അധ്യാപകരെ സമീപിച്ചു. എങ്കിലും ചൂഹ്ര ബ്രാഹ്മണനാകാൻ പോകുന്നുവെന്ന് പറഞ്ഞ് പരിഹസിച്ചു അധ്യാപകർ. ഓം ദത്ത ത്യാഗി എന്ന അധ്യാപകൻ ബാങ്കി എന്ന് വിളിച്ചുകൊണ്ടാണ് ഓംപ്രകാശിനെ ക്ലാസ്സിൽ എതിരേറ്റത്. ഓംപ്രകാശ് ഒരു അധ്യാപകനെയല്ല, മത്തുപിടിച്ച ഒരു നാടുവാഴി പ്രഭുവിനെയാണ് അദ്ദേഹത്തിൽ കണ്ടത്. രാംസിംഗും ഓംപ്രകാശും കൂടിയുണ്ടാക്കിയ തൂലികാ ചിത്രം കാണാനിടയായ അദ്ദേഹം രാംസിംഗിന്റെ കൈയക്ഷരം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവനെ അടിച്ച് നിലംപരിശാക്കി. ബ്രജ്പാൽ സിംഗിന്റെ ക്രൂരതയ്ക്ക് മുൻപിൽ അടിയറവ് പറയാതെ ജസ്ബീർ അനിയനെ ഡെറാഡൂണിലേക്ക് പഠിക്കാൻ കൊണ്ടുപോയെങ്കിലും രസതന്ത്രത്തിലെ തോൽവി സീറ്റ് കിട്ടാൻ പ്രയാസമുണ്ടാക്കി. വർമാജി എന്ന അധ്യാപകന്റെ കാലുപിടിച്ചാണ് സുർജൻ സിംഗ് അവസാനം ഓംപ്രകാശിന് സീറ്റ് നേടിക്കൊടുത്തത്. ഇന്ദ്രേഷ് നഗറിൽ അമ്മാവനോടൊപ്പമാണ് ജസ്ബീറും ഓംപ്രകാശും താമസിച്ചിരുന്നത്. വളരെ ദൂരം നടന്നാണ് ഓംപ്രകാശ് 7 മണിയാകുമ്പോഴേക്കും DAV കോളേജിൽ എത്തിയിരുന്നത്. ഓംപ്രകാശിന്റെ വില കുറഞ്ഞതും പഴയതുമായ വസ്ത്രങ്ങൾ ചൂണ്ടിക്കാട്ടി പരിഹസിച്ചിരുന്നു. സുർജന്റെ സുഹൃത്തായ ബഹാദൂറാണ് പരിഹസിച്ചവനെ ഭീഷണിപ്പെടുത്തി ഒതുക്കിയത്. നഗരത്തിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ സഹായിച്ച വേറെയും സുഹൃത്തുക്കൾ ഓംപ്രകാശിന് ഉണ്ടായിരുന്നു. ഹേംലാൽ ഓംപ്രകാശിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അമ്മാവന് ഹേംലാലിനോട് ഓംപ്രകാശ് കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഹേംലാലാണ് ആദ്യമായി അംബേദ്കറുടെ പുസ്തകം ഓംപ്രകാശിന് വായിക്കാൻ നൽകിയത്. പിന്നീട് അംബേദ്കറുടെ പുസ്തകങ്ങൾ തേടിപ്പിടിച്ചു വായിച്ചു ഓംപ്രകാശ്. ആ പുസ്തകങ്ങളുടെ വായന തന്റെ ബോധത്തെ ഉണർത്തിയെന്ന് ഓംപ്രകാശ് പറയുന്നുണ്ട്. സവർണർ ഗാന്ധിയെ അധിക്ഷേപിച്ചതിന് കാരണം ബാങ്കികളും ചമറുകളും ഉൾപ്പെടെയുള്ള അധകൃതരെ ഹരിജനങ്ങൾ, അതായത് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിച്ചതാണ്. അവരുടെ ഈ ചിന്താഗതി അബദ്ധജടിലമാണെന്ന് അംബേദ്കറെ കുറിച്ച് വായിച്ച ഓംപ്രകാശ് മനസ്സിലാക്കി. ഗാന്ധിജി അവർണരെ മുഖ്യധാരയിൽ ചേരാൻ സഹായിക്കുകയല്ല ചെയ്തത്, മറിച്ച് ന്യൂനപക്ഷമായി തീരുന്നതിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ ചൂണ്ടുപലകകളും പരസ്യ ബോർഡുകളും ചായം തേച്ച് കറുപ്പിച്ച് DAV കോളേജിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഡെറാഡൂണിൽ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കെ പോലീസ് ഹിന്ദി അനുകൂലികൾക്കെതിരെ വെടിവെക്കുകയും ഒരു വിദ്യാർത്ഥി മരിക്കുകയും ചെയ്തു. അതോടെ സമരാനുകൂലികളുടെ ആവേശം തകർന്നു. വിദ്യാർത്ഥി നേതാവായിരുന്ന പ്രേംചന്ദ് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നപ്പോൾ അയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഓംപ്രകാശും സുഹൃത്തുക്കൾക്കൊപ്പം പോയി. ഇതറിഞ്ഞ അമ്മാവൻ അവനോട് തിരിച്ചു വരണ്ട, നാട്ടിലേക്ക് പോകാൻ ജസ്ബീറിനോട് പറഞ്ഞു. ഇന്ത്യയിലെ ദളിത് ആത്മകഥകൾ വെളിച്ചം കാണുന്നത് 1980കളുടെ തുടക്കത്തിലാണ്. മറാത്തി സാഹിത്യത്തിൽ ബേബി കാംബ്ലയുടെ ജീന അമേച്ച, ദയാ പവാറിന്റെ ബലൂദ, ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി തുടങ്ങിയവയാണ് ആദ്യകാല ആത്മകഥകൾ. ദളിതർക്ക് തങ്ങളുടേതായ വേദനകളുടെ ചരിത്രവും അപമാനത്തിന്റെ മുറിവുകളും സമൂഹത്തോട് പറയാനുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഉന്നത ജാതിക്കാരെന്ന് അഭിമാനിക്കുന്ന വിഭാഗങ്ങളുടെ അഹംബോധങ്ങളിൽ പോറലുണ്ടാകും. 1993 പ്രസാധകനായ രാജ് കിഷോരിയുടെ ആവശ്യപ്രകാരം ഹരിജൻ സേ ദളിത് ഓംപ്രകാശ് വാൽമീകി എഴുതാൻ തുടങ്ങിയത്. അത്യപൂർവമായ സംഘർഷങ്ങളിലൂടെയാണ് ഓംപ്രകാശ് വാൽമീകിയുടെ ജീവിതം കടന്നുപോയത്. ഏറെ അടുപ്പമുള്ളവരിൽ നിന്നുപോലും നിശിതമായ വിമർശനങ്ങളും അവഹേളനങ്ങളും ഈ കൃതി എഴുതിയതുകൊണ്ട് തനിക്കുണ്ടായെന്ന് ഓംപ്രകാശ് വാൽമീകി പറയുന്നുണ്ട്. തന്റെ അനുഭവങ്ങളെ കടലാസിലേക്ക് പകർത്തൽ എല്ലാ വിധത്തിലും അപകടം നിറഞ്ഞതായിരിക്കുന്നുവെന്ന് ഓംപ്രകാശ് വാൽമീകി പറയുന്നുണ്ട്. കടുത്ത മനോവേദനയാണ് തന്റെ വ്യക്തിത്വത്തെ ഓരോ പാളികളായി അഴിച്ചെടുത്തപ്പോൾ അനുഭവിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയില്ല എന്ന് കരുതുന്നവരോടും മുന്തിയ സാംസ്കാരിക പദവി അവകാശപ്പെടുന്നവരോടും തനിക്ക് പറയാനുള്ളത് ഇപ്പറഞ്ഞ ഉത്കണ്ഠ അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദനയറിയൂ എന്നാണ്.